അത്ലറ്റിക്സിൽ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് എനിക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് വേറെ ഗെയിമുകളിലേക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടായത്. ഞാൻ വോളിബോൾ ട്രൈ ചെയ്തു, ബാസ്കറ്റ്ബോൾ ട്രൈ ചെയ്തു, ഫുട്ബോൾ ട്രൈ ചെയ്തു. പക്ഷെ എന്നാലും അവിടെയെല്ലാം ഭയങ്കര ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ നിന്ന് ഒരിക്കലും മുമ്പിലേക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായി. അതുകൊണ്ടാണ് ഹോക്കി സെലക്ട് ചെയ്ത്. അന്ന് ജയകുമാർ സാറും രമേശ് സാറാണ് എൻ്റെ കോച്ചസ്. അന്ന് അവരുടെ കീഴിൽ ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാ ബാച്ചിലും ഒരു ഗോൾ കീപ്പർ വേണമായിരുന്നു. അങ്ങനെയാണ് ഗോൾ കീപ്പിങ്ങിലേക്ക് സെലക്ട് ആയതും. പിന്നെ അച്ഛനോട് പറയുമായിരുന്നു ഇതുപോലെ ഗോൾ കീപ്പിംഗ് എക്യുപ്മെൻറ്റ് മേടിക്കണം. അപ്പം ഒരുപക്ഷെ അവർക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു ഗെയിമാണ് ഹോക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി കളിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്ന് വരെ ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ജോലി കിട്ടുമോ അല്ലെങ്കിൽ കൂടുതൽ കളിക്കാൻ പറ്റുമോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഹോക്കി കളിക്കുമ്പോൾ കിട്ടുന്നത് കേരള സർക്കാരിൻ്റെ ഒരു 60 മാർക്ക് കിട്ടും നമുക്ക് ബോർഡ് എക്സാമിന് സ്റ്റേറ്റ് ടീമിൽ കളിച്ചു കഴിഞ്ഞാൽ. എന്താ പറയുന്നത്, ആ ഒരു 60 മാർക്കിൻ്റെ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവിടെ അങ്ങനെ ഹോക്കി സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം പിന്നെ പാഡ് വാങ്ങണം. കാരണം സാറ് പറഞ്ഞു ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഗെയിം മുമ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല എക്യുപ്മെൻറ്റ്സ് വേണം. അങ്ങനെ ആദ്യമായിട്ട് പാഡ് വാങ്ങാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോഴാണ്, അന്ന് കൃഷിക്കാരനാണ് അച്ഛൻ, കൃഷിയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഇൻകം. അപ്പം പെട്ടെന്നൊരു വലിയൊരു എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു തരാനൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പശു വിൽക്കുക, അതിനെ വിറ്റ് കിട്ടിയ കാശിൽ നിന്ന് പാഡ് വാങ്ങി തരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അതായിരിക്കാം ഒരു പ്രചോദനം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫാമിലി സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ എന്ന് അത്ര ചെറുപ്പത്തിൽ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഇന്ന് ഈ ലെവൽ വരെ എത്താൻ പറ്റിയത്. നമ്മൾ എന്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കിത് മതി എന്ന് നമുക്ക് എന്ന് തോന്നുന്നുവോ അതോടെ നമ്മുടെ ഗ്രോത്ത് നിലയ്ക്കുവാണ്. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എപ്പോഴും. അപ്പം നമ്മൾ സ്വന്തമായിട്ട് സാറ്റിസ്ഫൈ ആയോ, ഞാൻ എത്തി, ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തെന്ന് നമുക്ക് തോന്നുമോ, അന്നത്തോടെ നമ്മുടെ വളർച്ച നിലയ്ക്കും. അതിനുശേഷം പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഞാൻ എന്നിൽ തന്നെ എൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി ആ കുറ്റങ്ങളെ തിരുത്താനും ബെറ്റർ ആക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഫാമിലി ആണെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണമെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ നന്നായി കളിക്കണം, ജയിക്കണം. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ ഞാൻ എൻ്റെ എനർജി ഓഫ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്ത് കൂടുതൽ ഹാർഡ് വർക്കായി ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം എന്താ പറയുന്നത് ഇന്നും ഈ ഒരു കണ്ടിന്യൂ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ ഒരു എനർജി കിട്ടാനുള്ള കാരണം. നമ്മൾ ആദ്യം ഹോക്കി കളിച്ചുകൊണ്ടിരുന്നത് ഗ്രാസിലാണ്, നാച്ചുറൽ ഗ്രാസിൽ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നാച്ചുറൽ ഗ്രാസ് നോർമലാണ്. എല്ലാ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നില്ല, നാച്ചുറൽ ഗ്രാസിലാണ്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഒരു കുട്ടി ജനിച്ച് വളർന്നത് മുതൽ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ കരിയർ അടക്കം കളിക്കുന്നത് ഗ്രാസിലായതുകൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇന്നത്തെ ലെവലിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻസ് എന്നാണോ ആസ്ട്രോ ടർഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതോടുകൂടി തന്നെ നമ്മുടെ ഇന്ത്യൻ ഹോക്കിയുടെ പതനമായി. കാരണം പുല്ലിൽ ഇൻഡിവിജ്വൽ സ്കിൽസ് ആണെങ്കിൽ, ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മുടെ കഴിവുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ ആസ്ട്രോ ടർഫിൽ വരുമ്പോഴത്തേക്കും ടീമും ബോഡി സ്ട്രക്ചറും അവരുടെ ബോഡി പ്ലേയും സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഗെയിമിൻ്റെ സ്റ്റൈലെല്ലാം മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യ ഒരിക്കലും ആസ്ട്രോ ടർഫ് എഫോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് യൂറോപ്പിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ടും ആ റൂൾസ്, ആസ്ട്രോ ടർഫ് കഴിയുന്ന റൂൾസ് അവർക്ക് അനുകൂലമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം 80 മുതൽ ഇപ്പോൾ എന്താ പറയുന്നത് 2006 2010 വരെ നമുക്ക് ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വിരലിൽ എണ്ണാൻ പാകത്തിനുള്ള ആസ്ട്രോ ടർഫുകൾ മാത്രമേ കേരളത്തിലെ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അതിൻ്റെ റൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയമെടുത്തു. ഇപ്പം നമ്മളതിന് യൂസ് ടു ആയി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും 10, 200, 300 ആസ്ട്രോ ടർഫുകളിൽ കൂടുതൽ വന്നു. പുതിയ കോച്ചസിനെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് വേൾഡ് റാങ്കിങ് നമ്പർ 3 വരെ എത്തി നിൽക്കുകയാണ്.